ജീവിതത്തിലായാലും യാത്രയിലായാലും നേരായ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ടിസോ നാവിഗേറ്റർ നമ്മളെ ശരിയായ സമയങ്ങളിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു വാച്ചാണ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലുട്ടാപ്പിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ മനുഷ്യൻ യാത്രകൾ ചെയ്തിരുന്നു. പക്ഷെ വിമാനങ്ങളുടെ വരവോടുകൂടിയാണ് ആ യാത്രകളുടെ വേഗം വളരെയധികം കൂടിയത്. വ്യത്യസ്തമായിട്ടുള്ള ടൈം സോണുകളിലൂടെ വളരെ വേഗം സഞ്ചരിക്കാമെന്നായി. ആ ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് ശരിക്കും വ്യത്യസ്ത ടൈം സോണുകളിലെ സമയം കൃത്യമായി കാണിക്കുന്ന വാച്ചുകളുടെ ആവശ്യകത വരുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടിസോയുടെ അത്തരത്തിലൊരു വാച്ചാണ്, ടിസോ നാവിഗേറ്റർ. ഡിജിറ്റൽ വാച്ചുകളിൽ വേൾഡ് ടൈം ഫംഗ്ഷൻ ഉൾക്കൊള്ളിക്കുക അത്ര ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഒരു അനലോഗ് വാച്ചിൽ അത് കൊണ്ടുവരിക എന്നുള്ളത് തീർത്തും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് ടിസോ നിർമ്മിച്ച അത്തരത്തിലൊരു വാച്ചാണത്. സ്വിസ് വാച്ച് മേക്കിങ്ങിന്റെ ഉത്തമ ഉദാഹരണം. 1853 സ്ഥാപിക്കപ്പെട്ട ഒരു കമ്പനിയാണ് ടിസോ. ചാൾസ് ഫെലീഷ്യൻ ടിസോയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചാൾസ് എമിലി ടിസോയും കൂടിയിട്ട് ലുലുക്ലെ എന്ന് പറഞ്ഞൊരു സ്വിസ് നഗരത്തിലാണ് ഈ ഒരു കമ്പനി സ്ഥാപിക്കുന്നത്. ഇപ്പൊ ഈ കമ്പനി സ്വാച്ച് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്നത് 24 ടൈം സോണുകളിലെ സിറ്റീസ് അടയാളപ്പെടുത്തിയിട്ടുള്ള ഡയലും അതിന് ചുറ്റുമുള്ള റൊട്ടേറ്റിംഗ് ബെസലും ആണ്. ബെസലിലാണ് നാവിഗേറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ സൈഡിൽ ഒരു ചുവന്ന ടീ കാണാം. അതെന്തിനാണെന്ന് നമുക്ക് പറയാം. ഡയലിൽ 12 സിറ്റീസിന്റെ പേരുകളും ബെസലിൽ വേറെ 12 സിറ്റികളുടെ പേരുകളും കാണാം. ഡയലിൽ 24 മണിക്കൂർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 ഹാൻഡ്സ് ഉണ്ടെങ്കിലും തേർഡ് ഹാൻഡ് സെക്കൻഡ് അല്ല, അത് 24 അവർ ആണ് കാണിക്കുന്നത്. ഇപ്പോ ഈ ടീ നിൽക്കുന്നത് ന്യൂഡൽഹിക്ക് നേരെയാണ്. ഇന്ത്യൻ സമയമാണ് കാണിക്കുന്നത്. നമുക്ക് ദുബായിലെ സമയം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ടീ ദുബായിലേക്ക് നീക്കി വെച്ച് ക്രൗൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വേൾഡ് ടൈം ഫീച്ചറാണ് ഇതിലുള്ളത്. പക്ഷെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ കുറച്ച് അകലെയുള്ള രാജ്യങ്ങളിലേക്കാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പകലാണോ രാത്രിയാണോ എന്ന് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ഈ 24 അവർ ഹാൻഡ് അതും കൃത്യമായിട്ട് കാണിച്ചു തരും. ഇതൊരു കോഡ്സ് വാച്ച് ആണ്. ഭയങ്കര ഹെവി വാച്ചാണ്. കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 38mm ആയതുകൊണ്ട് ചെറിയ ഇഷ്ടമുള്ളവർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 9 mm തിക്നെസ് ഉള്ള 20 mm ലെഗ് വിഡ്ത്ത് ഉള്ള ഒരു വാച്ചാണത്. കിഡിലൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേസ്ലെറ്റ് ആണ്. ട്രിപ്പിൾ ഫോൾഡ് ക്ലാസ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 30 മീറ്റർ ആണ് വാട്ടർ റെസിസ്റ്റൻസ്. ബാക്ക് പ്ലേറ്റിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ടിസോ ലോഗോ കാണാം. പിന്നെ സ്നാപ്പ് ഓൺ ബാക്ക് പ്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻസ് 30mm കൂടാനായിട്ട് സാധ്യതകളില്ല. ഇത് വളരെ ചെറിയ പക്ഷെ വളരെ ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഇതിന്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 22,000-25,000 ഇന്ത്യൻ രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ വില. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിസോ ഒരു എൻട്രി ലെവൽ പ്രീമിയം വാച്ചാണ്. പക്ഷെ അപാരമായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ വാച്ചിനുള്ളത്. അപ്പോൾ വ്യത്യസ്തമായ വാച്ചുകൾ പരിചയപ്പെടുത്താനായിട്ട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാച്ചും നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.